നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വചനം മുതൽ 28-ാമത്തെ വാക്യം വരെ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തെക്കിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിത്തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്നവൻ്റെ വസ്ത്രം തൊട്ടു. അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നു അവൾ ശരീരത്തിലറിഞ്ഞു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പല വൈദ്യന്മാരാലും, വളരെ കഷ്ടത നിറഞ്ഞ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വൈദ്യർ സാധാരണമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വൈദ്യം ചെയ്ത് അവർക്കുള്ള രോഗത്തിൽ നിന്നും ഭേദം കൊടുക്കണം. അവളുടെ ജീവിതത്തിലെ അവസ്ഥ എന്താണ്? വൈദ്യന്മാർ പോലും എന്താണ് ചെയ്യുന്നതായ അനുഭവം ഉണ്ടായത്? നോക്കുക, അവൾ കഷ്ടപ്പെടാനിടയായി. എന്താണ് എഴുതിയിരിക്കുന്നത്? അനേക വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചിട്ടും കഷ്ടത അനുഭവിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വൈദ്യം ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ടാക്കി വയ്ക്കുന്നുണ്ടെന്നാൽ തൻ്റെ സ്ഥിതിയെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് ചെന്ന് പറയുമ്പോൾ വൈദ്യം ചെയ്യുന്നുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പണം വാങ്ങുന്നുണ്ടെന്നാൽ രോഗത്തിന് മാത്രം മാറ്റമില്ല. എത്രയോ പ്രാവശ്യം നിങ്ങളുടെ രോഗവുമായിട്ട് വൈദ്യൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ രോഗത്തെ മനസ്സിലാക്കുന്ന പ്രക്രിയയിൽ രോഗങ്ങൾ കുറയ്ക്കേണ്ടതിന് വേണ്ടി അവർ മരുന്നുകൾ നൽകാറുണ്ട്. എന്നാൽ ചില സന്ദർഭത്തിൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? ആ മരുന്നുകളൊക്കെ റിവേഴ്സ് ആകാറുണ്ട്, റിയാക്ഷൻ ഉണ്ടാകുന്നു. ചില സമയത്ത് ആ മരുന്ന് പ്രതികരിക്കുകയില്ല, റിയാക്ഷൻ ഉണ്ടാകാനിടയാകും. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമിടയാകും. അവളുടെ പ്രശ്നം എന്താണ്? താനൊരു രോഗവുമായിട്ട് വൈദ്യൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അവർ നൽകുന്നതായ മരുന്നുപയോഗിച്ച് രോഗം കുറയുന്നതേ ഇല്ല. അല്ലെങ്കിൽ അവർ നൽകുന്ന മരുന്ന് കാരണം, അതിൻ്റെ റിയാക്ഷൻ കാരണമായിട്ട് എൻ്റെ രോഗം, എൻ്റെ ആരോഗ്യം കൂടുതൽ നശിക്കുന്നു. അനേകം വൈദ്യന്മാരാൽ എന്താണ് ഏറിയൊന്ന് സഹിക്കാനിടയായി. ചികിത്സ കൊണ്ട് രോഗം മാറുകയല്ലായിരുന്നു, മറിച്ച് രോഗാവസ്ഥ കൂടുതൽ ഗുരുതരം ആവുകയായിരുന്നു. കഷ്ടമനുഭവിച്ചു പാവം. വൈദ്യനൊരു ബോർഡ് വച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ രോഗത്തിന് വിടുതൽ ലഭിക്കും. ഒരുപക്ഷെ നിങ്ങൾ സുഖം പ്രാപിക്കുന്നില്ല എങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് നൽകുമെന്ന് ബോർഡ് വച്ചിരിക്കുന്നു. അവിടേക്കൊരു ബുദ്ധിമാനായ മനുഷ്യൻ ചെന്നു. ഡോക്ടറെ കാണുവാനുള്ള ഫീസ് എത്രയാണെന്നറിയാമോ? 1000 രൂപയാണ്. 1000 രൂപ അടച്ചിട്ട് അവിടെ പോയിരുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ രോഗം എന്താണെന്നറിയാമോ ഡോക്ടറെ? പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ നാക്കിന് രുചി അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ എന്ന് ചോദിച്ച് നഴ്സിനെ വിളിച്ചിട്ട് അകത്തേക്ക് ചെന്നിട്ട് 102-ാമത്തെ നമ്പർ എഴുതിയിരിക്കുന്ന ആ സിറഫ് എടുത്തുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു. 102 എഴുതി വച്ചിരിക്കുന്ന ആ കുപ്പിയിലെ സിറഫ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വായിലൊഴിക്കാൻ പറഞ്ഞു. വായിലൊഴിച്ചു. അത് മണ്ണെണ്ണയായിരുന്നു. എന്തായിരുന്നു? കെറോസിനായിരുന്നു. എപ്പോഴാണോ അവൻ്റെ വായിലേക്ക് ആ മണ്ണെണ്ണ ഒഴിച്ചത്, അവൻ അപ്പോൾ തന്നെ അത് വിഴുങ്ങുവാൻ കഴിയാതെ തുപ്പിയിട്ട് ഉറക്കെ ബഹളം വെച്ചു. എന്തൊരു ഡോക്ടറാണ് നിങ്ങൾ? സിറഫ് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ മണ്ണെണ്ണയാണോ ഒഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, 1000 രൂപ അടയ്ക്കുക, നിങ്ങൾക്കിപ്പോൾ രുചി മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ എന്ന് പറഞ്ഞു. അയാളുടെ കുഴപ്പമെന്തായിരുന്നു? വാസ്തവത്തിൽ അവന് രുചി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വന്നത്. വാസ്തവത്തിൽ അവന് രുചി അറിയാൻ കഴിയുന്നുണ്ട്. 10,000 രൂപ തട്ടിയെടുക്കാൻ വന്നതാണ്.
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ 10,000 രൂപ തരാമെന്ന് പറഞ്ഞില്ലേ, അത് തട്ടിയെടുക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ വായിൽ മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ അവന് രുചി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അയ്യോ അയ്യോ അയ്യോ, പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ അടച്ചിട്ട് വന്നു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടറിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോയിരിക്കുന്നു. വീണ്ടും വന്നപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പെട്ടെന്ന് മറവി ഉണ്ടാകുന്നു ഡോക്ടർ, എനിക്കൊന്നും തന്നെ ഓർമ്മയുണ്ടാകുന്നില്ല എന്ന് പറയാനിടയായി. അങ്ങനെയാണോ, എന്നാൽ ഇരിക്കുക എന്ന് പറഞ്ഞ നേഴ്സിനെ വിളിച്ചിട്ട്, ആ നേഴ്സേ, അകത്തേക്ക് ചെന്നിട്ട് 102-ാമത്തെ സിറഫ് എടുത്തുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇയാൾക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. എന്താണത്? പഴയ മണ്ണെണ്ണ. അപ്പോൾ തന്നെ ഡോക്ടറുമായിട്ട് വഴക്കുകൂടി. എന്താണ് ഡോക്ടറെ ഈ കാണിക്കുന്നത്? 102 പറഞ്ഞില്ലേ, അത് മണ്ണെണ്ണയില്ലേ? ഓഹോ, നിനക്ക് ഓർമ്മ തിരികെ കിട്ടിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ അടച്ചിട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, വീണ്ടും തടിപ്പ് പുറത്തായല്ലോ എന്ന് പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ ശേഷം വീണ്ടും ചെല്ലുകയാണ്. ചെന്നിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും തപ്പിയാണ് വരുന്നത്. എന്ത് സംഭവിച്ചു? അയ്യോ ഡോക്ടർ, എനിക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല, എനിക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല. അപ്പോഴാ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. കണ്ണ് കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ചികിത്സിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചികിത്സ നൽകാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണെന്ന് പറഞ്ഞ് ചെക്ക് എഴുതി ആ ചെക്ക് കയ്യിൽ വെച്ചു കൊടുത്തു. അതിൽ നോക്കിയപ്പോൾ 100 രൂപയാണ്. അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കാനിടയായി. നോക്കിയിട്ട്, ഡോക്ടറെ, ഇത് അനീതിയാണ്. എന്തനീതിയാണ് ഞാൻ കാണിച്ചത്? 10,000 രൂപയുടെ ചെക്ക് നൽകേണ്ട നിങ്ങളിപ്പോൾ 100 രൂപയുടെ ചെക്കാണ് തന്നത്. ഓഹോ, നിങ്ങളുടെ കണ്ണുകൾ കാണുന്നുണ്ട്, 1000 രൂപ തന്നിട്ട് പോക എന്ന് പറഞ്ഞു. അതായത് വാസ്തവത്തിൽ ഈ വൈദ്യൻ ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന രോഗത്തിന് സൗഖ്യം കൊടുക്കുകയാണോ അതോ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയാണോ? പറയുക. ഒരു രോഗവുമില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് 3,000 രൂപ വാങ്ങിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ബോർഡ് വച്ചിരിക്കുന്ന എന്താണ്? ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ രോഗം മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ 10,000 രൂപ തരുമെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഇയാൾ രോഗത്തിന് സൗഖ്യം കൊടുക്കാതെ, രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയാതെ വെറുതെ 3,000 രൂപ തട്ടിയെടുക്കാനിടയായി. ആ ദിവസം ആ സ്ത്രീ, ആരും സഹായമില്ലാത്തവളായ അവൾ ക്ഷീണിതയായി വൈദ്യന്മാരുടെ അരികിൽ വന്നപ്പോൾ അവർ വൈദ്യത്തിൻ്റെ പേര് പറഞ്ഞ് അവളുടെ പണം തട്ടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അവർ ചികിത്സ ചെയ്തിരിക്കാം, എന്നാൽ അതവർക്ക് ഫലിക്കാനിടയായില്ല. മരുന്നുകൾക്ക് ശമനം വരുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൾ തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ വളരെ പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. തൻ്റെ പണമെല്ലാം അവൾ ചെലവഴിക്കാനിടയായി. തീവ്രമായൊരു രോഗമാണ്, സഹിക്കാൻ കഴിയാത്ത പ്രശ്നം, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം, മാറാത്തതായ, കുറയാത്തതായ പ്രശ്നം. എന്തുകൊണ്ടെന്നാൽ 12 സംവത്സരങ്ങൾ ആയിട്ടും ആ രോഗത്തിന് ശമനമുണ്ടാകുന്നില്ല, മാറുന്നില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം ഇങ്ങനെയുള്ളതാണോ? ദേവദാസ, വർഷങ്ങൾ കടന്നുപോയിട്ടും എൻ്റെ പ്രശ്നത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. വർഷങ്ങൾ മുൻപോട്ട് പോകുന്നുവെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഏതാകുന്നു ആ പ്രശ്നം? തീരാത്തതായ പ്രശ്നം. വർഷങ്ങൾ മുൻപോട്ട് പോകുന്തോറും തീരാത്ത ഏത് പ്രശ്നവുമായിട്ടാണ് നീ ജീവിക്കുന്നത്? കുറയാതെ നീ ഭാരപ്പെടുന്നതായ പ്രശ്നം ഏതാണ്? തീരാത്തതായ ആ പ്രശ്നം ഏതാണ്? ആരോടും പങ്കുവയ്ക്കാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന ആ പ്രശ്നം എന്താണ്? ആ ദിവസം ആ സ്ത്രീക്ക് തനിക്കുണ്ടായിരിക്കുന്ന രോഗവിവരം പുറമെ ആരോടും പറയുവാൻ കഴിയുന്നതായിരുന്നില്ല. ഒരുപക്ഷെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ, ആ വാർത്ത പുറത്തറിയുകയാണെങ്കിൽ അവളെ അവിടെ നിന്നും ഓടിച്ചു കളയും. ദയവചെയ്ത് കേൾക്കുക, രഹസ്യം എന്നത് ഒരിക്കലും 2 പേരുടെ ഇടയിൽ അത് രഹസ്യം ആകില്ല. 2 പേരുടെ മധ്യയിൽ രഹസ്യമായിരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. എ സീക്രട്ട് ക്യാൻ നെവർ ബി സീക്രട്ട് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. ഒരു വ്യക്തിയിലുള്ളതാണത് സീക്രട്ടായിരിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോയാൽ പിന്നെ അത് സീക്രട്ടാവുക ഇല്ല. എന്നാൽ പാവം നമ്മുടെ സഹോദരിമാരൊക്കെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ കൂടെ പറയും, ആരോടും പറയരുതേ. എന്താണ്? നിന്നോട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഇനി നീ ആരോടും പറയരുത്. ഇതൊരു കോമൺ ഡയലോഗാണ്. നീ ആരോടാണോ പറഞ്ഞത് അവൾ മറ്റൊരാളോട് ചെന്ന് പറഞ്ഞിട്ട് എന്തു പറയുമെന്നറിയാമോ? നിന്നോട് മാത്രമാണ് പറയുന്നത്, ഇനി നീ ആരോടും ഇത് പറയരുത്. അതായത് ഒരു രഹസ്യം മറ്റൊരാളോട് നീ പങ്കുവയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും പിന്നീട് രഹസ്യമായി ഇരിക്കുകയില്ല എന്നതാണ്.
അതുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീ ആരോടെങ്കിലും തൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞാലോ, വേറെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുമോ എന്ന് ഭയന്നുകൊണ്ട് തൻ്റെ രോഗവിവരത്തെക്കുറിച്ച് അവർക്ക് ആരോടും പറയുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ തന്നോട് അത്രത്തോളം അടുത്ത ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം, എന്നാൽ മറ്റാരോടും തന്നെ പങ്കുവച്ചില്ല. തൻ്റെ പണമെല്ലാം ചിലവഴിക്കപ്പെട്ടു. അവളുടെ ജീവിതം തന്നെ ശൂന്യമായി പോയി. നിരാശയാലും ആകുലതയാലും മൂടപ്പെട്ടു. ഇനിയും മരിച്ചാൽ മതി എന്നുള്ളതായ ഒരു ചിന്തയിലേക്ക് പോലും അവൾ ഒരുപക്ഷെ വന്നിരിക്കാം. അങ്ങനെയുള്ളതായ സമയത്ത് 3 വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഒന്ന്, യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു. രണ്ടാമത്, അവൾ യേശുവിനെ വിശ്വസിച്ചു. 3, യേശുവിൽ കൂടി വിടുതലും പ്രാപിച്ചെടുത്തു. കേട്ടു, വിശ്വസിച്ചു, വിടുതൽ പ്രാപിച്ചു. ഒന്നാമതായിട്ട് നോക്കാം, 27-ാം വാക്യം. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു. എപ്പോഴാണ്? കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴാണ് തീവ്രമായൊരു രോഗം ഉണ്ടായിരുന്നപ്പോൾ, എപ്പോഴാണ് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നപ്പോൾ, എപ്പോഴാണ് കുറയാത്ത മാറാത്തതായ ഒരു പ്രശ്നമുണ്ടായിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ച് അവൾ കേട്ടു. കേട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരോ യേശുവിനെക്കുറിച്ച് അവളോട് പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, കേവലം യേശുവിനെക്കുറിച്ച് കേൾക്കുന്ന വ്യക്തികളായിട്ട് മാത്രം നിങ്ങൾ ഇരിക്കരുത്, മറിച്ച് യേശുവിനെക്കുറിച്ച് പറയുന്ന വ്യക്തികളായി മാറണം. കേട്ടാൽ നീ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ, പറഞ്ഞാലോ 10 പേർ രക്ഷിക്കപ്പെടാനിടയാകും. അതുകൊണ്ട് സഭയെ കേവലം കേൾക്കുന്ന വ്യക്തിയായിട്ട് മാത്രം ഇരിക്കരുത്, ആ യേശുവിനെക്കുറിച്ച് പറയുന്ന വ്യക്തിയായി നിങ്ങൾ മാറുക. കാരണം നീ പറഞ്ഞാലേ ആളുകൾ നന്നാവുകയുള്ളൂ, പറഞ്ഞെങ്കിലേ ആളുകൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. എന്നാൽ നീ പറയില്ല. വായ തുറന്നുകൊണ്ട് നിനക്കറിയാവുന്ന സത്യത്തെ നീ പറയില്ല. വായ തുറന്നുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ള സ്നേഹസുവിശേഷം പറയില്ല. മനുഷ്യനെ പ്രാണനെപ്പോലെ സ്നേഹിച്ച യേശു മനുഷ്യന് വേണ്ടി പ്രാണത്യാഗം ചെയ്തതായ കാര്യം പറയില്ല. നീ മൗനമായിരിക്കുന്നു. നീ കേൾക്കുന്നു, എന്നാൽ നീ പറയുന്നില്ല. നീ പറയാത്തതുകൊണ്ട് മറ്റാരും രക്ഷിക്കപ്പെടുകയില്ല. ആ ദിവസം മരണത്തിനു വേണ്ടി കാത്തുകിടന്ന, ജീവിതത്തോട് തന്നെ വിരക്തി ഉണ്ടായിട്ട് ദിനംതോറും കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി പാവപ്പെട്ട സ്ത്രീയോട് ആരോ പറഞ്ഞിരിക്കാം. ആരെക്കുറിച്ചാണ്? യേശുവിനെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇതിനു മുമ്പ് ഒരു അധികാരി താനൊരു പ്രശ്നമുണ്ടായിട്ട് വന്നതാണ്. എന്താണ്? 12 വയസ്സുള്ള തൻ്റെ കുഞ്ഞുമകൾ മരണത്തോട് മല്ലടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായിരിക്കുന്ന സ്ത്രീ വരികയാണ്. ഈ സ്ത്രീ ആരാണ്? ഒരു അനാഥയാണ്. ആദ്യം പറഞ്ഞ വ്യക്തി ആര്? ഒരു അധികാരി. എന്നാൽ ഇവളാരാണ്? ഒരു അനാഥ, ഒരു എളിയവളായ സ്ത്രീ, ആരും അറിയാത്തതായ ഒരു സ്ത്രീയാണിത്. മറ്റേ വ്യക്തി യഹൂദനായിരിക്കുന്ന യായിറോസ്. ഇവളാരാണ്? അറിയില്ല. ഇപ്പോഴെൻ്റെ ചോദ്യം, ആരോരുമില്ലാത്തതായൊരു പാവപ്പെട്ട സ്ത്രീക്കുണ്ടായിരിക്കുന്ന അത്യാവശ്യമായ ആ പ്രശ്നത്തെ യേശുക്രിസ്തു പരിഹരിക്കുമോ? ഇല്ലെങ്കിൽ അഡ്രസ്സുള്ള പേരും പ്രശസ്തിയുമുള്ള യായിറോസ് എന്ന അധികാരിയുടെ മകൾക്ക് യേശു ആദ്യം സൗഖ്യം കൊടുക്കുമോ? ഇവരുടെ രണ്ടുപേരുടെയും മധ്യയിൽ യേശുക്രിസ്തു ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പറയൂ. ഉറക്കെ പറയുക, ഉറക്കെ പറയുക. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കർത്താവ് അനാഥരെ കൈവിടാത്തവനാണ്. എൻ്റെ കർത്താവ് ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നവനാണ്. ലോകം പണമുള്ള ആളുകളുടെ അരികിലേക്ക് പോകും. എൻ്റെ കർത്താവ് ദരിദ്രന്മാരുടെ അരികിലേക്കാണ് പോകുന്നത്. ആശ്രയം ആരുമില്ലാത്തവരുടെ അരികിൽ പോകുന്നു. എളിയവരുടെ അരികിലേക്ക് പോകുന്നു. ആ ദിവസം 2 പ്രശ്നങ്ങളുമായിട്ട് 2 പേർ കടന്നു വന്നു. ഒരാൾ അധികാരിയായിരുന്നു, മറ്റൊരാളോ അനാഥ. യേശു ആർക്കാണ് ആദ്യം വിടുതൽ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? അനാഥയ്ക്കായിരുന്നു, ആരോരുമില്ലാത്തവൾക്കായിരുന്നു. ആരും ആശ്വസിപ്പിക്കാനില്ലാതെ, ആരും സഹായിപ്പാനില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ പ്രശ്നത്തെ എൻ്റെ യേശുക്രിസ്തു ആദ്യം തീർക്കാനിടയായി. ഇന്നും നമ്മുടെ മധ്യയിൽ ഇങ്ങനെ പറയുന്നവരുണ്ടോ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. എന്നെ ആരും ആശ്വസിപ്പിക്കുന്നില്ല. എന്നെ ബലപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ആരും എനിക്കില്ല. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കുറയുന്നു. എനിക്ക് താങ്ങായിട്ട് നിൽക്കുവാൻ ആരുമില്ല.
എനിക്കാരുമില്ല എന്നു നീ പറയുകയാണെങ്കിൽ യേശു പറയുകയാണ്, ആരുമില്ലെന്നോ, ഞാനുണ്ടല്ലോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ ദിവസം ആ സ്ത്രീ, ആരോരുമില്ലാത്തവൾ, അവൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടു. അവൾ കേട്ടു എന്ന് പറയുമ്പോൾ ആരോ ഒരാൾ അവളോട് പറഞ്ഞു എന്നാണ്. സഹോദര, സഹോദരി, നിന്നെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ പറയണം. അയാൾ പറഞ്ഞതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് ഞാനിന്ന് അറിഞ്ഞതെന്ന്. ആ സഹോദരി പറഞ്ഞതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുടുംബം നശിച്ചു പോയേനേം. ഇന്ന് ഞാൻ രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. അവൾ പറഞ്ഞതുകൊണ്ടാണ്, അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇങ്ങനെ നിന്നെക്കുറിച്ച് അനേകർ പറയാനിടയാകണം. സതീഷ് കുമാർ വചനത്തെ പ്രസംഗിച്ചതുകൊണ്ടാണ്, സതീഷ് കുമാർ വചനത്തെ ഉപദേശിച്ചതുകൊണ്ടാണ്, സതീഷ് കുമാർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് അറിയിച്ചതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ദൈവദാസൻ കർത്താവിനെക്കുറിച്ചുള്ള സത്യസുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ പ്രത്യാശയില്ലാതെ പോകുമായിരുന്നു. അവർ രക്ഷിക്കപ്പെടാതെ പോകുമായിരുന്നു. പ്രിയ സഹോദര, സഹോദരി, കേൾക്കുന്നവരായി മാത്രം നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കുക. ആ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുക, വചനമറിയിക്കുക. അവൾ ഒന്നാമതായി കേട്ടു. അവൾ കേട്ടിട്ട് മറന്നുപോയില്ല. ആ യേശുക്രിസ്തു തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവൾ എന്തു ചെയ്തെന്നറിയാമോ? അവൾ അന്ന് എന്താണോ കേട്ടത് അത് വിശ്വസിച്ചു. യേശുക്രിസ്തു വലിയ ശക്തിയുള്ള ദൈവമാണ്, അല്ലെങ്കിൽ രക്ഷകനാണ്, അല്ലെങ്കിൽ അവൻ ഗുരുവാണ്, അല്ലെങ്കിൽ അവൻ മിശിഹായാണ്. അവൻ്റെ വാക്കുകളിൽ സ്നേഹമുണ്ട്, അവൻ്റെ നോട്ടത്തിൽ വലിയ കരുണയുണ്ട്, അവൻ്റെ സ്പർശനത്തിൽ തന്നെ വലിയ ശക്തിയുണ്ട്. അവനൊന്ന് കൈവച്ചാൽ മതി, ശരീരത്തിന് വലിയ സൗഖ്യം കിട്ടും. അവൻ പാപികളെ സ്നേഹിക്കുന്നുവെന്ന്, പാപികളെ ചേർത്തണയ്ക്കുന്നുവെന്ന്, അവരെ വിടുവിക്കുന്നവനാണ്. ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും അവൻ എല്ലാവരെയും മനസ്സിലാക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ആരാണ്, എന്താണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്നാൽ യേശുവിനെക്കുറിച്ച് പറയുവാനിടയായി. അവർ പറഞ്ഞതായ ആ വാർത്ത ഈ എളിയവളായ സ്ത്രീ വിശ്വസിച്ചു. അതേ സമയത്ത് യേശുക്രിസ്തു ആ ഗ്രാമത്തിലേക്ക്, ആ ദേശത്തിലേക്ക് വന്നു. എന്താണോ അവൾ കേട്ടത്, ആ കേട്ടതിന് ആധാരമായിരിക്കുന്നതായ യേശുക്രിസ്തു ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കേട്ടതനുസരിച്ച് അവൾക്ക് മൗനമായിരിക്കാൻ കഴിയില്ല. അവൾ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അരികിലേക്ക് എനിക്ക് പോയേ തീരൂ. യേശുവിൻ്റെ അരികിലേക്ക് പോകുവാനായിട്ട് അവൾ വേഗത്തിൽ കടന്നു വന്നു. എന്നാൽ തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണ്, രഹസ്യമായൊരു പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ ധൈര്യത്തോടെ പറയാൻ കഴിയും. ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് നമുക്ക് വലിയ ലജ്ജയാണ്, നമുക്ക് വലിയ മടിയുണ്ടാകാനിടയാകും. ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറയുവാൻ നമ്മുടെ വായ തുറക്കുവാൻ കഴിയില്ല. യായിറോസിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പരസ്യമായിട്ട് പറയാൻ കഴിയും. എൻ്റെ മകളുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, വേഗത്തിൽ വരണമെന്ന് പബ്ലിക്കായിട്ട് പറയാൻ കഴിയും. എന്നാൽ ഈ എളിയവളുടെ പ്രശ്നത്തെക്കുറിച്ച് പുറമേ പറയാൻ കഴിയില്ല. പബ്ലിക്കായിട്ട് തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയാൻ കഴിയാതെ, യേശുവിൻ്റെ അരികിലേക്ക് വരാൻ കഴിയാതെ, ജനങ്ങളവിടെ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ മധ്യയിലേക്ക് വരാൻ കഴിയാതെ, കാരണം അവൾ ക്ഷീണിച്ച് അവശയായിരിക്കുകയാണ്. ആരോഗ്യമെല്ലാം നശിച്ചിരിക്കുകയാണ്. ഇനിയും മരുന്നുകൾ ഉപയോഗിക്കാനാണെങ്കിൽ പണമില്ല. അവളുടെ അവസ്ഥ വളരെ നിരാശാജനകമായിരിക്കുന്നു. അവൾ തളർന്നു പോയിരിക്കുകയാണ്, രൂപഭംഗി നഷ്ടമായിരിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെ ക്ഷീണിച്ച് വിരൂപമായിരിക്കുകയാണ്. അവൾ ഒരുപക്ഷെ യേശുവിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും മാറിപ്പോകൂ, ഇവളെന്തിനിവിടെ വന്നു എന്ന് പറഞ്ഞേക്കുമോ എന്ന് ഭയന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയാതെ എന്തു ചെയ്തു? പിറകിൽ നിന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. വിശ്വാസം. എന്താണത്? വിശ്വാസം. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അങ്ങനെ തൊട്ട അതേ ക്ഷണം യേശുവിലെ ശക്തി വസ്ത്രത്തിൽ നിന്നും പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കി. എപ്പോഴാണോ അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടത്, എന്താണ് കാണുന്നത്? ഉടനെ തന്നെ. മനസ്സിലാകുന്നുണ്ടോ?
എൻ്റെ ദൈവം ചില സമയത്ത് ഉടനെ മറുപടി കൊടുക്കും, ചില സമയത്ത് കുറച്ച് താമസിച്ചായിരിക്കും മറുപടി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഉടനെ മറുപടി കൊടുക്കുന്നത്? അത് അത്യാവശ്യമായിരിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് താമസിച്ച് വിടുതൽ കൊടുക്കുന്നത്? നിനക്ക് ഒരുപക്ഷേ ആ മറുപടി ലഭിക്കാൻ ആവശ്യമായ വിശ്വാസം നിന്നിൽ ഇല്ലാത്തതുകൊണ്ടാകാം. വിശ്വാസം വർദ്ധിപ്പിക്കാൻ നിനക്ക് കുറച്ചുകൂടി സമയം വേണമെന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ യേശു ഉടനെ മറുപടി കൊടുത്തു. വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട ഉടനെ മറുപടി ലഭിക്കാനിടയായി. ഉടനെ മറുപടി ലഭിച്ചതായ ഇവളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതമാണോ വലിയത്? അല്പം താമസിച്ച് മറുപടി ലഭിച്ചതായ അധികാരിയുടെ വീട്ടിൽ നടന്ന അത്ഭുതമാണോ വലുതെന്ന് നിങ്ങൾ പറയണം. ഇപ്പോൾ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള വിടുതൽ താമസിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പറയാമോ? അതിൻ്റെ അർത്ഥമെന്താണ്? എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത് താമസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ അത്ഭുതത്തെ അവൻ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്നിടത്ത് മുഴങ്കാൽ മടക്കുക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവിശ്വാസം ഞങ്ങളിലേക്ക് വരുവാൻ പാടില്ലപ്പാ. ഒരിക്കലും അവിശ്വാസം ഞങ്ങളിൽ വരുവാനിടയാക്കരുതേ. ഇടയ്ക്കിടയ്ക്ക് പിശാച് വന്ന് പറയുകയാണ്, വളരെ കാലതാമസമായിരിക്കുന്നു, ഇനിയും നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതവും നടക്കുകയില്ല, ഇനിയും നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു, എല്ലാം കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവേ, കർത്താവേ, അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാനിടയാക്കരുതേ. നിന്റെ വചനം മാത്രം വിശ്വസിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. നിന്റെ വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഒന്നും താമസിച്ചിട്ടില്ല എന്നും ഒന്നും കൈവിട്ടു പോയിട്ടില്ല എന്നും സകലതും നിന്റെ കൈകളിൽ തന്നെ ആകുന്നുവെന്നും ദൈവമേ, ഇന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞുവല്ലോ. കേട്ടതായ ഞങ്ങളിത് വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നപ്പാ, വിശ്വസിക്കുകയാണ്. എന്താണോ കൈവിടപ്പെട്ടു പോകുന്നുവെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത്, അത് നിന്റെ കൈകളിൽ തന്നെയുണ്ട്. അതെവിടേക്കും പോയിട്ടില്ല, അതെവിടേക്കും പോകില്ല. അത് നിന്റെ കൈകളിൽ തന്നെയുണ്ട്. നിന്റെ കൈകളിലിരിക്കുന്നതിനെ ആർക്കും തൊടാൻ കഴിയില്ല. നിന്റെ കൈകളിലിരിക്കുന്നതിനെ ആർക്കും കവർ ചെയ്യാൻ കഴിയില്ല, ടച്ച് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ നന്നായിരിക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് ഭദ്രതയുണ്ടാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൊന്നുപോലുള്ള ഭാവിയെ ദൈവമേ നീ കൊടുക്കണമേ. മനസ്സലിവ് കാട്ടണമേ. നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.